നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഈ കാണുന്ന ഉത്സവ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് വേനൽ അവധിക്കാലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉത്സവകാലവും കൂടിയായിരുന്നു കേട്ടോ. ഉത്സവപ്പറമ്പുകളിലായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അവധിക്കാലം ആഘോഷിച്ചിരുന്നത്. ഞങ്ങൾ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വൃശ്ചിക മാസത്തിൽ ആലപ്പുഴ ചെറുപ്പോടു കൂടിയാട്ടോ ഞങ്ങൾക്ക് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവസാനിക്കുന്നത് മേടമാസത്തിലാണ്. അതുവരെ ഓരോ അമ്പലത്തിലായിട്ട് ഇങ്ങനെ ഉത്സവത്തിന് കൊടിയേറിയും ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ മിക്ക അമ്പലത്തിലും ഉത്സവം കാണാൻ പോകാറുണ്ട്. എന്നാലും നമ്മുടെ അമ്പലം എന്ന് പറയാനായിട്ട് നമുക്കൊരു അമ്പലം ഉണ്ട് കേട്ടോ. അതായത് കുടുംബക്ഷേത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ ആ നാട്ടിൽ നമ്മുടെ വീടിനോട് ചേർന്ന് വരുന്നൊരു അമ്പലം. അവിടുത്തെ ഉത്സവം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ. കൊടിയേറി 10 നാൾ ആ അമ്പലപ്പറമ്പിലെ മണ്ണിൽ എന്താ പറയുക പരിപാടികളൊക്കെ കണ്ടിരുന്ന് കൂട്ടുകാരോടൊക്കെ സംസാരിച്ച് കപ്പലണ്ടിയൊക്കെ കുറച്ച് ഒരിക്കലും കിട്ടാത്തൊരു കുട്ടിക്കാലം. ശരിക്കും അന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ആ കഴിഞ്ഞു പോയിരുന്നതെന്ന്. ഇന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട് അന്നത്തെ ആ ഓരോ ആഘോഷങ്ങളെ പറ്റി. ഇന്നത്തെ കുട്ടികൾക്ക് ഉത്സവത്തിൻ്റെ ആ ഒരു ഇതോ അങ്ങനത്തെ ഇതൊന്നുമില്ല. ജസ്റ്റ് അമ്പലപ്പറമ്പിൽ പോകും, എന്തെങ്കിലും പരിപാടി കാണും, കളിപ്പാട്ടം വാങ്ങിക്കും, തിരിച്ചു പോരും. പക്ഷെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഒരു വികാരം തന്നെയായിരുന്നു കേട്ടോ. കാത്തിരുന്ന് വരുന്നൊരു എന്താ പറയുക ഭയങ്കര വലിയൊരു ആഘോഷം. വീട്ടിലെ ബന്ധുക്കളൊക്കെ ഒത്തുകൂടും. അതുപോലെ നമ്മുടെ സ്കൂൾ അവധിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പം നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാതിരിക്കുന്നൊരു സമയമാണല്ലേ ഈ ഉത്സവ നാളുകളിൽ. അടുത്തുള്ളവരും അകലുള്ളവരൊക്കെ അമ്പലത്തിൽ വരും. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താ പറയണ്ടേ, ഇന്നത്തെ പോലെ നമുക്ക് എപ്പോഴും കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊന്നും കിട്ടുന്ന സമയമില്ല. അന്ന് ഉത്സവപ്പറമ്പിലൊക്കെ പോകണം നമുക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ. അതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും എന്താ പറയണ്ടേ, എന്തോ ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാട്ടോ. എന്നാൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടവും തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ അമ്പലത്തിൽ എല്ലാ ദിവസവും താലപ്പൊലി കാണും കേട്ടോ. 10 ദിവസവും താലപ്പൊലി കാണും. ആ താലം വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ അടുത്തുനിന്നുള്ള വീടുകളിൽ നിന്ന് കാണും. ആ സമയത്ത് നമ്മളും താലം എടുക്കാൻ പോകും കേട്ടോ. അമ്മുങ്കുടും ഗരുഡനും പഞ്ചവാദ്യ മേളങ്ങളും എല്ലാമായിട്ട് വരുന്ന താലപ്പൊലി, അതൊക്കെയെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവം കേട്ടോ. അടുത്തുള്ള കൂട്ടുകാരൊക്കെ നേരത്തെ ചട്ടം കെട്ടി വെച്ചേക്കും. എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇടണം, പാവടയും ബ്ലൗസ് ഇടണം, മുല്ലപ്പൂ വെക്കണം, താലം എടുത്ത് എവിടെ നിൽക്കണം, ഇതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കും. ഇതൊക്കെയെന്ന് പറയണത് എന്താ പറയണ്ടേ, എന്തോ ഒരു വല്ലാത്തൊരു എന്താണ് അത് പറയാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. കറക്റ്റായിട്ടുള്ള വാക്ക് എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. നഗരത്തിലെ ഉത്സവങ്ങളെക്കാൾ എനിക്കേറെ ഭംഗി തോന്നിയിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഉത്സവങ്ങൾക്കാട്ടോ. അവിടുത്തെ ഓരോ ഇതും കാഴ്ചകളും എനിക്ക് എന്നും അന്നും വളരെ പ്രിയപ്പെട്ടതാണ്. അമ്പലത്തിൽ കൊടിയേറി കഴിഞ്ഞാൽ 10 ദിവസവും സദ്യ കാണും കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ സ്ഥിരം മുടങ്ങാതെ നമ്മൾ പോകാറുണ്ട്. കൊടിയേറ്റ് സദ്യ എന്ന് പറഞ്ഞാൽ പപ്പടമഴം പായസം കൂടി ഒരു എന്താ പറയണ്ടേ പ്രത്യേക സദ്യ തന്നെയാണ്. ബാക്കി എല്ലാ ദിവസവും നമ്മുടെ സാധാരണ ഊണെന്ന് വേണം നമുക്ക് പറയാം. 10-ാം നാൾ ആറാട്ട് കഴിഞ്ഞ് കൊടിയിറങ്ങി കഴിഞ്ഞാലോ മനസ്സിൽ വല്ലാത്തൊരു